ഒരു വ്യക്തി കള്ളു കുടിച്ചാലോ പെണ്ണ് പിടിച്ചാലോ ഒന്നും കുഴപ്പമില്ല, അത് വ്യക്തി ജീവിതത്തിന്റെ ഭാഗമായിട്ടാണ്. പകരം രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഉളത്തരം കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിച്ചാൽ മതി എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. തന്റെ ഭാര്യ ബിന്ദു ചേച്ചി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കാണാൻ പാടില്ലാത്ത രീതിയിൽ ഒരു പെണ്ണുമായി കണ്ടു, എന്റെ കയ്യിൽ ദൃശ്യങ്ങളുണ്ട് എന്നാണ് ബിന്ദു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതേ മനുഷ്യന്മാരൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് വൃത്തികേടുകൾ പടച്ചുവിട്ടത്. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അദ്ദേഹം പറഞ്ഞത് കേൾക്കണം കേട്ടോ. വ്യക്തി ജീവിതത്തിൽ എന്ത് ഊളത്തരം കാണിച്ചാൽ എന്താ നിങ്ങൾക്ക്, ഞാൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ, സാധാരണക്കാരെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നാ പറയുന്നത്. എന്ത് വലിയ ഊളത്തരാ പറഞ്ഞിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുകൊണ്ടൊക്കെ തന്നെ തോന്നുന്ന ജയിലിലുള്ള ആളുകൾക്ക് ശമ്പളമൊക്കെ കൂട്ടിയിട്ടുള്ളത്. എന്തായാലും ബിന്ദുവിന് പറയാനുള്ളത് മുഴുവൻ നമുക്കൊന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിനെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നൊക്കെ കുത്തിയ ആളുകൾക്കൊക്കെ ഇപ്പൊ നല്ല പണി കിട്ടുന്നുണ്ടല്ലോ അല്ലെ, സന്തോഷം. ബാക്കി കേൾക്കാം. ഞാൻ 2014 മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2019 ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ശ്രീലേഖയുടെ ഹസ്ബൻഡ്. അതെ. അപ്പോൾ ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലൊരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി ഇപ്പോ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ ദിവസം ഈ വാളകത്ത് കഴിഞ്ഞ ദിവസം ഇന്നലെ ശനിയാഴ്ചയാണ് തോന്നുന്നു. ശനിയാഴ്ച ശരിക്കും ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ ഞാൻ ആരോട് സംസാരിക്കും, അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരെടുത്താ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. എന്തൊക്കെയാടാ കേട്ടോണ്ടിരിക്കുന്നത്. പരസ്ത്രീ ബന്ധമാണ് ഇപ്പോ ഈ സ്ത്രീ പറഞ്ഞു വന്നിട്ടുള്ളത്. ഒരുപാട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം. ആ ബന്ധത്തെ കുറിച്ചിട്ട് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് കാവ്യാത്മകമായിട്ട് വിവരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2013 ബന്ധം വേറിട്ടതിന് ശേഷം 2ാമത് വിവാഹം കഴിച്ചതാണ് ഈ സ്ത്രീയെ. അതിനിടയിൽ സരിത എസ് നായരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സരിത എസ് നായരുടെ തന്നെ ഭർത്താവൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് രംഗത്ത് വന്നു. അതൊക്കെ ഇയാൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാലും പല കാര്യങ്ങളും ഇന്നും ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഞാനിവിടെ പറയുന്നില്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ ഏത് രീതിയിലാണ് ദ്രോഹിച്ചെന്ന് നമ്മൾ കണ്ടതാണല്ലോ. അതായത് സരിത എസ് നായർ ജയിലിൽ വെച്ചുകൊണ്ട് ഒരു തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട്. ഏകദേശം 21 പേജുള്ള കത്താണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആ കത്തില് മന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ ചേർത്ത് വെച്ചുകൊണ്ട് എക്സ്ട്രാ ഒരു 2 പേജ് ഇയാള് ചേർത്തു എന്നുള്ളതാണ് അന്ന് സരിതയുടെ മുൻ അഭിഭാഷകനായിരുന്ന ഫെനി ബാലകൃഷ്ണൻ കോടതിയിൽ മൊഴി നൽകിയിരുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഉമ്മൻചാണ്ടി സാറ് മരിക്കുന്നതിന് മുൻപേ ഗണേഷ് കുമാറിനെതിരെ മന്ത്രിസഭയിൽ തിരികെ എടുക്കാത്തതിലുള്ള വിരോധം തീർക്കാൻ സരിതയെ ഉപയോഗിച്ച് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ഉമ്മൻചാണ്ടി മരണത്തിന് മുൻപ് കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. എന്താ അവസാനം ഉണ്ടായ ഉമ്മൻചാണ്ടി സാറിനെ CBI അന്വേഷണ പ്രകാരം അദ്ദേഹത്തിനെ വെറുതെ വിട്ടു എന്നുള്ളതാണ്. കോടതി അദ്ദേഹത്തിനെ വെറുതെ വിട്ടു. അദ്ദേഹം ഒരു തെറ്റും ചെയ്തില്ല എന്ന് വ്യക്തമായി മനസ്സിലായി. പക്ഷെ അതിൽ ഗണേഷ് കുമാറിന്റെ പങ്കുണ്ടെന്ന് അന്ന് തന്നെ അഭിഭാഷകരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർമ്മ ഈസ് റിട്ടൺ, കർമ്മ എന്നൊന്നുള്ളത് കിട്ടും എന്ന കാര്യത്തിൽ തർക്കം ഒന്നും വേണ്ട മക്കളെ, ഒന്നും വേണ്ട. കോൺഗ്രസ് ബിയിലെ നേതാവാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് നയിക്കുന്നത്, അല്ലെങ്കിൽ പിൻഫലം നൽകുന്നത് എന്നുള്ളതാണ്. ബാക്കി ഒന്ന് കേൾക്കാം. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ നടന്നിട്ടുണ്ട്. പല സ്ത്രീകളെയും വിളിച്ചു എന്നാ പറയുന്നത്, പല സ്ത്രീകളെയും. അപ്പൊ എത്ര സ്ത്രീകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്? ആള് തന്നെ പറയുന്നുണ്ട്, കേൾക്കാം. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ. മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? ഗണേഷ് കുമാറിന് 1 അല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരായാലും ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. മഹാന്മാരുടെ പേരൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കല്ലോ. 5000 പ്രണയം എനിക്കുണ്ട്. പ്രണയം ഇല്ലാത്തവർ പൊട്ടന്മാരാണെന്ന് പറയുന്നത് സത്യമാണ്. പ്രണയം നമ്മളോട് തന്നെയാണ് ആദ്യം വേണ്ടത്.
പിന്നെ ആരോടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ഭാര്യയോടാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. പല സ്ത്രീകളോടും ഭാര്യ നിലനിൽക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നാട്ടില് വേറെ കാര്യങ്ങളാ പറയാ, അവിഹിതം എന്നൊക്കെയാണ് പറയാ. ചേട്ടായി തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആളുടെ രാഷ്ട്രീയ പ്രവർത്തനം സത്യമാണ്, അയാൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ജനങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഗതാഗത മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം അടിപൊളിയാണ്, സംഭവം ശരിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ തന്നെയാണ്. MLA എന്ന ആ ഒരു സ്ഥാനം അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. എന്നാൽ ഏതോ ഒരു ഊമക്കത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ അല്ലെ. ഇവിടെ ഗാർഹിക പീഡനമൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട്, എന്നിട്ടും പോലീസുകാർ വന്നിട്ട് നോക്കി അങ്ങ് പോയി എന്നാ പറയുന്നത്. നമ്മൾ ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ തന്നെ കാരണം ബിന്ദുവിന്റെ കയ്യിൽ ഒരുപാട് തെളിവുകളുണ്ട്, ഞാൻ ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ബാക്കി കേൾക്കാം. പക്ഷെ അതൊന്നും ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ എന്താ ശരിക്കും സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു എന്നുള്ളത്. അത്ര മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. ഓക്കെ, അവിഹിതം ആരുടെ കയ്യിലാണ് ഇപ്പൊ ഉണ്ടായത്? അവസാനം ഭാര്യയെ കുറിച്ച് മോശപ്പെട്ട രീതിയിൽ അത്ര പറഞ്ഞിരുന്നത്. എല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ആള് കേസ് കൊടുത്തിട്ടുള്ളത്. പോലീസ് ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല കേട്ടോ. വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഒരു മെയിൽ അയച്ചാൽ മതി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് കണ്ടാലും മതി. ഇപ്പൊ അതാണ് ഒരു ചടങ്ങ്. നേരിട്ട് അവിടെ ചെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം തീരുമാനമാവും എന്നുള്ളതാണ്. അപ്പൊ ഈ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വീഡിയോ ചെയ്തത്. അല്ലെങ്കിൽ ഞാനിത് വെയിറ്റ് ചെയ്യും, എന്താവും നോക്കട്ടെ എന്നുള്ളത്. തെളിവുണ്ടത്രേ. അതിനുശേഷം പോലീസിനെ വിളിച്ചോ? എന്തായിരുന്നു? ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഞാൻ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്. ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ. മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് മൈ സ്നാച്ച് മൈ ഫോൺ. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി ഇട്ടിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു, ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നുമല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു, ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോൾ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി, ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാല് എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി. ശാന്തം കൊണ്ടുപോയി ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലടച്ചു. സ്ത്രീയല്ല, കാമുകി, പ്രണയം, അതൊക്കെ കാവ്യാത്മകമായ വാക്കുകളാണ്. അത് അങ്ങനെ തന്നെ പറ. എന്താണ് ബിന്ദു ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നേ? 5000 പ്രണയമുണ്ട്. ഭാര്യക്ക് മറ്റൊരാളുമായിട്ട് പ്രണയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവിഹിതം, അതിനെ വേറെ കുൽസിതം എന്നൊക്കെ പറയാം. ഭർത്താവിന് എത്ര പ്രണയം വേണമെങ്കിലും ഉണ്ടായാലും കുഴപ്പമില്ല. അതിന് കാവ്യാത്മകമായ രീതിയിൽ നെഹ്റുവിനുണ്ടായിരുന്നു പ്രണയം, കമലാ സുരയ്യക്ക് ഉണ്ടായിരുന്നു പ്രണയം, അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. കൊള്ളാം. ഓക്കെ, ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ എന്തോന്ന് പറയാനുണ്ട്, അതൊന്ന് കേൾക്കാം. ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയാണ് എന്ന് ശ്രീ KB ഗണേഷ് കുമാർ മനസ്സിലാക്കി നന്നായിരിക്കും. ഇനി ഗൗരവതരമായ ചോദ്യമുള്ളത്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു മെയിലിലൂടെ ഊരും പേരുമില്ലാത്ത, ആരുടേതാണെന്ന് പോലും അറിയാത്ത മെയിലിലൂടെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഒരു ഹോട്ടൽ വളഞ്ഞ് ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൌസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ KB ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? എപ്പോഴാണ് ആ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചതിന് ശേഷം കസേരയിലേക്ക് ചമറഞ്ഞിരുന്നിട്ട് കപ്പിൽ ചായ കുടിക്കുക എന്നൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതിനകത്ത് വളരെ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. എന്തുകൊണ്ട് അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന കേസുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. രാഷ്ട്രീയ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമുള്ളൂ, ഇത് വ്യക്തി ജീവിതത്തിലല്ലേ എന്നാണ് ചേട്ടായി ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഗണേഷ് കുമാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ഓ മോനെ, ഇങ്ങനെ വേണം പ്രതികരിക്കാൻ. കേൾക്ക്.
ഈ 112 വിളിച്ച് പരാതി പറഞ്ഞത് ആർക്കും വിളിച്ചുകൂടി, വട്ടുമൂത്താൽ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112ലേക്ക്. പത്രത്തിൽ വന്ന വാർത്തകൾ ആരോപണങ്ങളായി മാത്രം അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. നന്നായിട്ട് ശബ്ദം പതറുന്നുണ്ട് ചേട്ടാ, ധൈര്യമൊക്കെ ചോർന്ന്. അത് ശരിയാണെങ്കിലും, കേട്ടില്ലേ, ശരിയാണെങ്കിലും വ്യക്തിജീവിതം ഞാൻ മോശമാണെന്ന് ആൾ സമ്മതിക്കുന്നുണ്ട്, രാഷ്ട്രീയം ഞാൻ അടിപൊളി പാവങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത്. നല്ല അടിപൊളി സ്ലോഗൻ ആയിട്ടുണ്ട്, നല്ല കിഡിലെ സ്ലോഗൻ. ഇങ്ങനെയാണോ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ചെയ്യേണ്ടത്? അടിപൊളി, എഴുതി വെക്കണം ഇതൊക്കെ കേട്ടോ. ഇങ്ങനെയായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ളത്. വ്യക്തിജീവിതത്തിൽ എന്ത് തേങ്ങാക്കൊല ചെയ്താലും കുഴപ്പമില്ല, രാഷ്ട്രീയ ജീവിതം അടിപൊളിയായാൽ മതി എന്നുള്ളത്. എന്ത് ബോധമില്ലായ്മയൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടോ? ഈ വാക്കുകളെ, പ്രവർത്തനമൊക്കെ, ഈ വാക്കുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മനോഭാവം നിങ്ങൾ ആലോചിക്കണം കേട്ടോ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറഞ്ഞു ഞാൻ ഭൂരിപക്ഷം കൂടും. ഇതെനിക്ക് ഭൂരിപക്ഷം കൂട്ടലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ എടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. ഇതെനിക്ക് ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ വോട്ട് ചെയ്യും, ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്, അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും, വൻ ഭൂരിപക്ഷം ജയിക്കും. ഈ സഹോദരിമാരോട് ഉള്ളിടത്ത് വാങ്ങാൻ എന്നെ തോപ്പി നോക്കില്ല. ചുറ്റിലുള്ള ആളുകളൊക്കെ എന്തിനാ ചിരിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങളൊക്കെ അദ്ദേഹം പറയുന്ന പോലെ ചിന്തിക്കുന്ന ആളുകളാണോ? ഭാര്യ നിലനിൽക്കെ മറ്റ് സ്ത്രീകളുമായിട്ട് പ്രണയമുണ്ടാവുക, 5000 പെണ്ണുങ്ങളായിട്ട് പ്രണയം ഉണ്ട് എന്നൊക്കെ പറയുമ്പോ ആ നാട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. ഇതാണോ രാഷ്ട്രീയം? ഇതല്ല രാഷ്ട്രീയം. അത് ആദ്യം ജനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരാളുടെ വ്യക്തി ജീവിതവും നന്നായിരിക്കണം, അയാളുടെ രാഷ്ട്രീയവും നന്നായിരിക്കണം. അങ്ങനെയാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. കോൺഗ്രസ് ആ മനുഷ്യനെ എന്തിനാണ് മാറ്റി നിർത്തിയത്? ഇയാളുടെ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനെ മാറ്റി നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്താ അത് കൈവച്ചിരുന്നാൽ മതി. അതിന് അവരെ വെറുപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നെങ്കിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്കതിലൊന്നും ഒരു ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷെ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല, നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. അതെ, ഭാര്യക്ക് അങ്ങനെ ഒരു പ്രണയം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അടിച്ച് പരത്തുക, അതിനെ വേറെ രീതിയിൽ പറയാത്രേ ഉള്ളൂ. ആണിന് എന്തും കാണിക്കുക, ആണിന് എത്ര പ്രണയം ഉണ്ടെങ്കിൽ എന്ത് തേങ്ങ, ഒരു കുഴപ്പമില്ല. ഭാര്യക്ക് ഉണ്ടായാൽ അത് കുഴപ്പമെന്നാ പറയുന്നത്. ഒരുപാട് നുണകൾ പറഞ്ഞു എന്നാ പറയുന്നത്, അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത്ര വിശാല മനസ്കതയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ എങ്ങനെ അവഹേളിക്കാൻ കഴിയുക, അല്ലെങ്കിൽ കളിയാക്കാൻ പറ്റുക? ഇല്ല. അതാണ് വ്യത്യാസം. വ്യത്യാസം കൊള്ളാം. അല്ല, എന്തിനാ ഈ മനസ്സിലാകുന്നില്ല, ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയം അയാളുടെ സൗകര്യമില്ലയോ? അത് ഇതിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. രാഷ്ട്രീയക്കാര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ മാത്രം നന്നായാൽ മതി, വ്യക്തിജീവിതത്തിൽ കള്ളു കുടിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ഊളത്തരം കാണിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഈ വാക്കുകളെ നിങ്ങൾ ഏത് രീതിയിൽ കാണുന്നു? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റുകാരനല്ല ഇയാള്. സഖാക്കന്മാരുടെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്താണ് നമുക്ക് നേടാനുള്ളത്? ഒന്നും നേടാനില്ല. ഒരു വ്യക്തി ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ പാർട്ടി ഒന്നും നശിച്ചുപോല, പാർട്ടിയോടെ നിലനിൽക്കും. എത്ര രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക്, എത്ര ആളുകൾ മറ്റുള്ള പാർട്ടിയിലേക്ക് ചാടിപ്പോയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാൻ കാര്യമായിട്ട് പറയാൻ, അയാൾ നല്ല പ്രവർത്തകനൊക്കെ തന്നെ ആയിരിക്കാം, പക്ഷെ വ്യക്തിജീവിതം വളരെ മോശമാണ്. ഒരു സ്ത്രീ പരാതിപ്പെടുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ ശബ്ദം ഉയർത്തിയില്ലേ? ഇവിടെയുള്ള സഖാക്കന്മാരും BJP-ക്കാരും പിന്നെ കുറച്ച് കോൺഗ്രസ്സുകാരും ഒക്കെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ് നമ്മൾ കണ്ടതല്ലേ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്, രാഷ്ട്രീയ ജീവിതവും വ്യക്തി ജീവിതവും തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല. അത് ഒന്ന് തന്നെയാണ്. ഒരു മനുഷ്യൻ തന്നെയല്ലേ രണ്ട് ഭാഗത്തുള്ളത്, അല്ലാതെ റോബോട്ടൊന്നും അല്ലല്ലോ അപ്പുറത്ത് ഇപ്പുറത്ത് മാറി മാറി പണിയെടുക്കുക അല്ലല്ലോ. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ബിന്ദു പറഞ്ഞ കാര്യങ്ങളെ തള്ളുകയല്ല ചെയ്തിട്ടുള്ളത്, അത് ചേർത്ത് വെക്കുക ചെയ്തിട്ടുള്ളത്. എനിക്കുണ്ട്, അത് നിനക്കെന്താ വേണ്ടേ എന്നാ ചോദിക്കുന്നേ. ഇതിനൊക്കെ ഉളുപ്പില്ലായ്മ എന്നാ ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരാം. സുലാൻ.